ഹലോ. അപ്പോൾ ഇന്ന് 10th February 2026. ആക്ച്വലി സെമിയുടെ ബർത്ത്ഡേ 11th പക്ഷെ 10th ഞാൻ ഈ കേക്ക് കൊടുത്ത് സർപ്രൈസ് ചെയ്യുന്നത്. കാരണം 11th വരെ ഈ കേക്ക് ഒളിപ്പിക്കാനുള്ള ഒരു ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ക്യൂട്ട് നോട്ടൊക്കെ വെച്ചിട്ട് ഞാൻ ആളെ ഇന്ന് തന്നെ സർപ്രൈസ് ചെയ്തു. ശരിക്കും ഞെട്ടിട്ടോ, കാരണം ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് സെലിബ്രേഷൻ ഒന്നും വേണ്ടാന്ന് വെച്ചതാണ്. ബട്ട് സ്റ്റിൽ ലിറ്റിൽ തിങ്സ് മാറ്റേഴ്സ് എന്നല്ലേ. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ ചെറിയൊരു പായസമൊക്കെ ഉണ്ടാക്കി ആൾ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ കൊടുത്തുട്ടോ. ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് പിന്നെ ബർത്ത്ഡേന്റെ അന്നാണ് 11th February 2026. അത് നമ്മൾ പാരന്റ്സിനെയും കൂട്ടി പുറത്തു പോയിട്ട് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഉജേരയിലുള്ള എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇത് നമ്മുടെ സ്ഥിരം ബർത്ത്ഡേ റെസ്റ്റോറൻ്റ് ആണ്. കാരണം എല്ലാവരുടെ ബർത്ത്ഡേക്കും ഡിന്നർ കഴിക്കാൻ നമ്മൾ ഇവിടേക്കാണ് വരാറ്. കാരണം ഫുഡ് അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ടിക്ക, കുറച്ച് ബിരിയാണി, റൈസ്, ഫിഷ് മസാല, മട്ടൻ കറി, അങ്ങനെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വയറ് ദമ്മാക്കി കഴിച്ചിട്ട് നമ്മൾ ഇന്നലെ വാങ്ങിയ കേക്ക് നമ്മൾ ഇന്നാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. കാരണം ബർത്ത്ഡേ ഇന്നല്ലേ, അപ്പം നമ്മളെല്ലാവരും വിചാരിച്ചു ഇന്ന് കട്ട് ചെയ്യാന്നുള്ളത്. ഞാനും അമ്മയും കൂടിയുള്ള ഡെക്കോറൊക്കെ വെച്ച് സംഭവം സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഐ നോ ഇതിലിപ്പോൾ കാര്യമായിട്ട് സെമിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ച് ആളെ ഞാൻ മാക്സിമം ഹാപ്പി ആക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വലിയ എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ് ഒന്നും കൊടുക്കുന്നതിലല്ല കാര്യം, ബട്ട് നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട് ടു മേക്ക് ദം ഹാപ്പി എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ആ ഒരു ചെറിയ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.